മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ രാവിലെ മുതൽ നമ്മുടെ വൈൽഡ് കാർഡുകളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അനീഷ്. തിരിച്ചിങ്ങോട്ടും ചൊറിയുന്നുണ്ട്, അത് വേറെ കാര്യം. അങ്ങനെ അനീഷിനെ ചൊറിയാൻ വേണ്ടി നമ്മുടെ മസ്താനിയും ജിഷിനുമൊക്കെ അനീഷിൻ്റെ പേഴ്സണൽ ലൈഫും ഡിവോഴ്സായ കാര്യമൊക്കെ എടുത്തിടുന്നുണ്ട്. ആ ഒരു കാര്യത്തിനോട് യോജിക്കാൻ പറ്റാതെ നമ്മുടെ വൈൽഡ് കാർഡായി എത്തിയ ലക്ഷ്മി അവരോട് പ്രതികരിക്കുന്നുണ്ട്. അതായത് ജിഷിനോടും മസ്താനിയോടും പ്രതികരിക്കുന്നു. ലക്ഷ്മി പറയുന്നത് പേഴ്സണൽ ലൈഫ് എടുത്തിടേണ്ട ആവശ്യമില്ല. അവർ ഡിവോഴ്സ് ആയതിൽ അനീഷിൻ്റെ ഭാഗത്താണോ തെറ്റ് അല്ലെങ്കിൽ ഭാര്യയുടെ ഭാഗത്താണോ തെറ്റ്, രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. ഡിവോഴ്സ് ആയി എന്ന് മാത്രമേ അറിയുള്ളൂ. പിന്നെന്തിനാണ് ആ കാര്യമൊക്കെ എടുത്തിരുന്നത്? ജിഷിനും ഡിവോഴ്സ് ആയ ഒരു വ്യക്തിയല്ലേ. ജിഷിൻ്റെ തെറ്റുകൊണ്ടാണ് ഡിവോഴ്സ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ജിഷിന് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മുടെ ലക്ഷ്മി ജിഷിനോട് ചോദിക്കുന്നു. അപ്പോൾ ജിഷിൻ പറയുന്നത്, ഞാൻ ഡിവോഴ്സായ കാര്യം എല്ലാവർക്കും അറിയാം, ഞങ്ങൾ സെപ്പറേറ്റഡ് ആണെന്ന് സോഷ്യൽ മീഡിയ വഴി എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ യാതൊരു കുഴപ്പവുമില്ല. അപ്പോൾ ലക്ഷ്മി തിരിച്ചു പറയുന്നത്, പക്ഷേ അനീഷിന് അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല, അനീഷിന് കുഴപ്പമുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് അനീഷിൻ്റെ ആ കാര്യം പറയുന്നത്? അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് നമ്മുടെ ജിഷിനും ലക്ഷ്മിയും തമ്മിൽ ചെറിയൊരു ഫൈറ്റ് ആകുന്നുണ്ട്. ലക്ഷ്മി ഇന്നലെ ജിഷിനോട് ജിഷിൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. അങ്ങനെ ജിഷിനിൽ നിന്നും തന്നെ കുറച്ച് കാര്യങ്ങൾ ലക്ഷ്മി അറിഞ്ഞിരുന്നു. അത് വെച്ചാണ് നമ്മുടെ ലക്ഷ്മി ഇപ്പോൾ സംസാരിക്കുന്നത്. എന്നിട്ട് ലക്ഷ്മി പറയുന്നത്, കുഞ്ഞിനോട് പോലും സ്നേഹമില്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ. കാരണം നിങ്ങൾ തന്നെയല്ലേ ഇന്നലെ പറഞ്ഞത് സ്വന്തം കുഞ്ഞിനെ കണ്ടിട്ട് 4 വർഷമായി എന്ന്. അത് കേട്ടപ്പോൾ നമ്മുടെ ജിഷിൻ നല്ല രീതിയിൽ ടിഗറായി ലക്ഷ്മിയോട് ഷൗട്ട് ചെയ്യുന്നു, നീ ഒരു ഫീമെയിൽ ഷോവനിസ്റ്റാണ്, നാർസിസ്റ്റാണ്, നീ ജഡ്ജ് ചെയ്യാൻ വരണ്ട. ഇന്നലെ ഞാൻ മനസ്സ് തുറന്നതിൻ്റെ അപകടം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നീ പലരുടെയും അടുത്ത് പോയി അവരുടെ പേഴ്സണൽ ലൈഫ് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നിനക്കിങ്ങനെ എടുത്ത് പ്രയോഗിക്കാൻ വേണ്ടിയാണോ അങ്ങനെ ചെയ്യുന്നത്? ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണാത്തത് എനിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജിഷിൻ നല്ല രീതിയിൽ ലക്ഷ്മിയോട് ചൂടായി ചാടിക്കയറുന്നുണ്ട്. ലക്ഷ്മി പറയുന്നത്, നിങ്ങൾക്ക് സ്വഭാവ വൈകല്യമുണ്ട്. അനീഷിൻ്റെ പേഴ്സണൽ ലൈഫ് നിങ്ങൾക്ക് എടുത്തിടാം, അയാൾ സെപ്പറേറ്റ് ആയത് നിങ്ങൾക്ക് എടുത്തിടാം. ഞാൻ നിങ്ങളുടെ കാര്യം എടുത്തിടുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത്രയും ചൂടാകുന്നത്? നിങ്ങൾക്ക് സ്വഭാവ വൈകല്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ലക്ഷ്മിയും തിരിച്ചു ചൂടാകുന്നു. കിച്ചൺ ഏരിയയിൽ വെച്ചാണ് ഈ ഫൈറ്റൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ അക്ബറും ബിന്നിയൊക്കെ അതിൽ ഇടപെടുന്നു. കിച്ചണിൽ നിന്നും പുറത്തിറങ്ങി സംസാരിക്കുക, ഇങ്ങനെ അവിടെ നിന്ന് വഴക്കുണ്ടാക്കി ഫുഡിലേക്ക് നിങ്ങളുടെ തുപ്പൽ തെറിക്കും, അതുകൊണ്ട് പുറത്തിറങ്ങിയിരുന്ന് സംസാരിക്കാൻ പറയുന്നു. അപ്പോൾ നമ്മുടെ ജിഷിൻ അക്ബറിൻ്റെ അടുത്ത് വരുന്നു. എന്നിട്ട് അക്ബറിനോട് പറയുന്നത്, ഇങ്ങനെ ഞാൻ സെപ്പറേറ്റ് ആയ കാര്യമൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ പേഴ്സണൽ ലൈഫ് എടുത്തിടേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അക്ബർ പറയുന്നത് സത്യമാണ്, പേഴ്സണൽ ലൈഫ് എടുത്തിടേണ്ട ഒരാവശ്യവുമില്ല. പേഴ്സണൽ ലൈഫിൽ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടാകും, പക്ഷേ അത് ഈ ഗെയിമിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പക്ഷേ ജിഷിൻ രാവിലെ അനീഷിൻ്റെ പേഴ്സണൽ ലൈഫ് ഇട്ടല്ലോ, അപ്പോൾ നിങ്ങൾക്കൊരു ന്യായവും അനീഷിന് വേറൊരു ന്യായവും അല്ലല്ലോ ഇവിടെ. അക്ബർ ആ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ജിഷിന് പറയാൻ മറുപടികളൊന്നുമില്ല. കാരണം ജിഷിനാണ് ആദ്യം ഈ കാര്യം തുടങ്ങിയത്, പിന്നെ മസ്താനിയും ഉണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ തപ്പിത്തടഞ്ഞ് നമ്മുടെ ജിഷിൻ കിച്ചണിലേക്ക് തന്നെ പോയി. വിന്നി എന്നിട്ട് നമ്മുടെ ജിഷിനോട് പറയുന്നത്, അനീഷേട്ടനെ എന്നല്ല, ഇവിടെ ആരെയും ഞങ്ങൾ ഒറ്റപ്പെടുത്താൻ സമ്മതിക്കില്ല, അതുപോലെ തന്നെ ആരുടെയും പേഴ്സണൽ ലൈഫ് എടുത്തിടാനും സമ്മതിക്കില്ല എന്ന്. എന്തായാലും ഈ കാര്യത്തിൽ പിന്നെ ജിഷിൻ വലുതായിട്ട് ഇടപെട്ടില്ല. കാരണം ജിഷിൻ അനീഷിൻ്റെ ആ ഒരു പേഴ്സണൽ ലൈഫ് എടുത്തിട്ടത് കൊണ്ട് തന്നെ ജിഷിന് അവിടെ സംസാരിക്കാനുള്ള വോയിസ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ യോഗ്യത ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ജിഷിൻ പിന്നെ കുക്കിങ് കാര്യങ്ങളായിട്ട് അങ്ങോട്ട് പോയി, നമ്മുടെ കിച്ചണിലേക്ക് പോയി. അങ്ങനെ ഇപ്പോൾ എന്തായാലും രാവിലെ ഒരു കുഞ്ഞു പൊട്ടിത്തെറിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായി വീണ്ടും വരാം.